അതിന് 1/2 കിലോ ബീഫിലേക്ക് 1.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 സ്പൂൺ ചില്ലി പൗഡർ, 1 സ്പൂൺ ടർമറിക് പൗഡർ, 1 സ്പൂൺ മസാല, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം 3 സ്പൂൺ വിനേഗറും കൂടെ ഒഴിക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ഇറച്ചി വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള ഇറച്ചിയിലുള്ള വെള്ളം നല്ലോണം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം ഉരുളിയിലേക്ക് 250 ഗ്രാം നെല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെടുത്ത് നല്ലോണം വറുത്ത് കോരി എടുക്കണം. അതിനുശേഷം ഒരു 6-7 പച്ചമുളകും കൂടി നല്ലോണം ആ വെണ്ണയിൽ തന്നെ ഇട്ട് വറുത്ത് കോരി എടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഓയിലിലേക്ക് തന്നെ കറിവേപ്പില വറുത്ത് കോരി എടുക്കണം. അപ്പം നമ്മുടെ വേവിച്ച ഇറച്ചി വറ്റിച്ചതായി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് നല്ലോണം വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ച ആ മിക്സ് എൻ്റെ പകുതി ഹാഫ് എടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. ഹാഫ് മാറ്റി വയ്ക്കാൻ നമുക്കത് പിന്നെ ആവശ്യമുണ്ട്. അതിനുശേഷം തീ സിമ്മാക്കി വെക്കുക. അതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ശേഷം 1/4 കപ്പ് വിനേഗറും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ച മിക്സും ബീഫ് വറുത്തതും ശേഷം നമ്മൾ പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസ് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.